ജയിൽ നോമിനേഷൻസ് ആയിരുന്നു ഇപ്പോൾ ലൈവിനകത്ത്. ഓരോരുത്തരും പറഞ്ഞ പേരുകൾ നമുക്ക് പറഞ്ഞു പോവാം. റീസൺസിലേക്ക് നമുക്ക് പിന്നീട് കിടക്കാം. നെവിൻ പറഞ്ഞത് RJ ബിൻസിയുടെ പേരാണ്. ഒനിയൽ സാബ് പറഞ്ഞത് അനുമോളുടെ പേരാണ്. ശരത് ശൈത്യയുടെ പേര് പറഞ്ഞു. രേണുസുതി വോട്ട് വന്നെന്ന് പറഞ്ഞത് മുൻഷി രഞ്ജിത്തിന്റെ പേരാണ്. മുൻഷി രഞ്ജിത്തിന് ആകെ ഒരു വോട്ട് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ശൈത്യ പറഞ്ഞത് അനുമോളുടെ പേരാണ്. സരിക പറഞ്ഞത് നെവിന്റെ പേരാണ്. മുൻഷി രഞ്ജിത്ത് പറഞ്ഞതും അനുമോളുടെ പേരാണ്. ആദിലാനൂറ പറഞ്ഞത് ശൈത്യയുടെ പേര്. ഷാരിക അനുമോളുടെ പേരാണ് പറഞ്ഞത്. RJ ബിൻസി രേണുസുതിയുടെ പേര് പറഞ്ഞു. റെന ഫാത്തിമ പറഞ്ഞത് രേണുസുതിയുടെ പേരാണ്. ജിസേല് പറഞ്ഞതും രേണുസുതിയുടെ പേരാണ്. രണ്ടുപേരുടെ റീസൺസ് ഏകദേശം സിമിലർ ആയിരുന്നു. ആര്യം പറഞ്ഞത് നെവിന്റെ പേരാണ്. ബിന്നി പറഞ്ഞത് ഒനിയലിന്റെ പേര്. അക്ബർ പറഞ്ഞത് അനുമോളുടെ പേരാണ്. അഭിലാഷ് പറഞ്ഞത് അനുമോളുടെ പേരാണ്. ഷാനവാസ് RJ ബിൻസിയുടെ പേരാണ് പറഞ്ഞത്. അനീഷ് പറഞ്ഞ പേര് അപ്പാനി ശരത്തായിരുന്നു. അത് ആദ്യമേ പറഞ്ഞതാണ്. ഡയറക്ട്ലി നോമിനേറ്റ് ചെയ്തതാണ് അനീഷ്. അപ്പൊ ജയിലിൽ പോകുന്ന രണ്ടുപേര് അപ്പാനി ശരത്തും അനുമോളുമാണ്. അപ്പാനി ശരത്ത് വിളറ് വെളുത്തിരുന്നെന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ ഇതിന് തൊട്ട് മുമ്പ്. ഇപ്പൊ അപ്പാനി ശരത്ത് അവിടെ കൂടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനും അനുമോളും ടോപ്പ് 5 വരും എന്ന് വെച്ചാൽ ഫസ്റ്റ് വീക്ക് ജയിലിൽ കയറിയത് കൊണ്ട് തന്നെ ടോപ്പ് 5 വരും എന്നാണ് അപ്പാനി ശരത്ത് ഓർത്തുകൊണ്ട് നിൽക്കുന്നത്. കഴിഞ്ഞ സീസണിലെ ഒക്കെ വെച്ചിട്ടായിരിക്കും അപ്പാനി ശരത്ത് ഈ പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, അങ്ങനെയൊന്നും അല്ല. ഈ ഒരു സീസൺ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സീസണാണ്. ചിലപ്പോൾ വരുമായിരിക്കും, നല്ല രീതിയിൽ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ വരുമായിരിക്കും. പക്ഷെ ഈ ഒരു ജയിലിപ്പോക്ക് അപ്പാനി ഒരുമാതിരി വടി കൊടുത്ത് അടി വാങ്ങിച്ച പോലെ തന്നെയുള്ള ഒരു ജയിലിപ്പോക്കാണ്. ഒരാവശ്യമില്ലാതെ അപ്പാനിക്ക് കിട്ടിയ ഒരു പണിയായിട്ടാണ് ഞാൻ ഇതിനെ നോക്കിക്കാണുന്നത്.